You go. I am all right. ഞാൻ കൂടെ വരണോ? I am all right. You go. Oh. അനിൽ എഴുന്നേക്കൂ. ബഹളം ഉണ്ടാക്കി അച്ഛനെ ഉണർത്തണ്ട. സ്റ്റഡി മാൻ. അതൊക്കെ I'm sorry. Come on, no sleep. ഒന്നുമില്ല. ഞാൻ മരിക്കും. ഇങ്ങനെ പോയി അസൈലത്തിൽ കിടന്ന് മരിക്കും. അനിൽ ഉറങ്ങും. ഡോക്ടറെ വിളിക്കൂ. ഡോക്ടർ. ഇതിന് ഒരു ഡോക്ടറും വേണ്ട. എനിക്ക് പേടിയാവുന്നു. പേടിക്കണ്ട. എണീക്കാൻ ചലിക്കണ്ട, അങ്ങോട്ട് എണീക്കാൻ. അവൾ ഇപ്പൊ ഇറങ്ങണ ഈ വീട്ടിൽ നിന്ന്. ഇറങ്ങണം. പക്ഷേ നട്ടപ്പാതിരാ നേരത്ത് ഒരു ചട്ടക്കാരത്തി മോഹിനെ കൊണ്ടാ മുമ്പ് ഈ തറവാടിന് പേരുദോഷം ഉണ്ടായത്. ഇനി അങ്ങനെ വേണോ എന്നുവെച്ചാ മനസ്സിലായില്ല. മനസ്സിലാവണമെങ്കിൽ ആ മുറിയിൽ എന്നൊന്ന് നോക്കൂ. അനിലിന്റെ കൂടെ ഉള്ള കിടപ്പിന്റെ വട്ടവും തുടങ്ങി. നീ എന്താ? ഞാൻ എന്റെ കണ്ണോട്ട് കണ്ടതാ. എന്റെ മക്കളാണ് ഗുരുവായൂരപ്പനാണ് സത്യം. അച്ഛൻ മര്യാദയ്ക്ക് വിളിച്ച് അവളോട് ഇറങ്ങിപ്പോകാൻ പറയുന്നുണ്ടോ? അതോ ഞാൻ ചൂലെടുത്തടിച്ചിറങ്ങണോ? എന്താ പേട്ട? ഇപ്പൊ ഇറങ്ങണം. നിന്നോടാണ്. കടന്നു പോകാനാണ് പറഞ്ഞത്. ഞാനും ഇവിടുത്തെ ഒരു മെമ്പറാണ്. നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും. ഓഹോ, എന്നാ അവകാശം പറയാന്ന് നോക്കിയിരിക്കായിരുന്നു ഞാൻ. എനിക്കും കുറച്ച് അവകാശം ഉണ്ടാവില്ലേ? അത്രത്തോളം പറഞ്ഞ ഹിന്ദു കോഡ് ബിൽ, ഹിന്ദു സെക്ഷൻ ആക്ട്, ഇങ്ങനെ ചില നിയമങ്ങളുണ്ട്. ഒന്ന് അന്വേഷിച്ചു നോക്ക്. അതെനിക്ക് അറിയേണ്ട കാര്യമില്ല. അറിയണം. വല്ല അതിമോഹവും തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴേ അറിഞ്ഞു വെക്കണം. അന്ന് ഹിന്ദുവല്ലാത്ത ഒരാളെ കല്യാണം കഴിച്ചാൽ പുരുഷ പ്രജയ്ക്ക് തറവാട് സ്വത്തിന് അവകാശമില്ല. മാധവൻകുട്ടിക്ക് സ്വത്തവകാശമില്ലെങ്കിൽ പിന്നെ ക്രിസ്ത്യാനിയായ മകളുടെ കാര്യം പ്രത്യേകം പറയണം. നസ്രാണിച്ചുകളോ മേത്തച്ചുകളോ കെട്ടാൻ ഇനി വല്ല ആൺകുട്ടികൾക്കും ഇവിടെ മോഹമുണ്ടോ? അപ്പൊ അതിലൊക്കെ കേൾക്കാനാ ഞാൻ ചോദിച്ചത്. അച്ഛാ, എനിക്കൊന്നും വേണ്ട. അവകാശം പിടിച്ചു വാങ്ങാൻ വന്നതല്ല ഞാൻ. വയസ്സുകാലത്ത് എന്നെ കഷ്ടപ്പെടുത്താതെ കടന്നു പോയിക്കോ. എവിടേക്കാച്ചാ? സ്വൈരായിട്ട് ഞാനൊന്ന് കിടന്ന് മരിക്കട്ടെ ഈ വീട്ടില്. മൂത്ത മകള്, ഒരേ ഒരു മകൻ, 44 കൊല്ലം കൂടെ കഴിഞ്ഞ ഭാര്യ. എത്ര എണ്ണത്തിനെ കുഴിയിലേക്ക് വിളിച്ചു. മഹാഭാവി ഞാൻ പിന്നെയും ബാക്കി. കടന്നു പൊക്കോളാ പറഞ്ഞത്. പോവും. അച്ഛൻ ഞാൻ കാരണം വിഷമിക്കേണ്ടി വരില്ല. അപ്പേട്ടാ,
എനിക്കൊരു ഉപകാരം ചെയ്യണം. കുറച്ച് രൂപ വേണം. ഞാൻ മദ്രാസിൽ പോകുന്നു. എന്റെ 2-3 ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. എന്റെ കയ്യിൽ എവിടുന്ന കാശ്? വല്ല ജോലിക്കും നോക്കണം. ഇവിടെ ഇരുന്നിരുന്ന് മടുത്തു. ഇവിടുത്തെ സിറ്റായിൽ നിന്ന് മാറി വെക്കാൻ വേണ്ടിയാ മിറാണ്ടയും രാത്രി പറഞ്ഞു. അവളും കൂടെ വരുന്നുണ്ടോ? വിസ്കിയുടെ മീത കഞ്ചാവ്. മരിച്ചും തോന്നി. അവളാണ് ബാംഗ്ലൂരിലോ മദ്രാസിലോ വല്ല ഹോസ്പിറ്റലിൽ കിടന്ന് ട്രീറ്റ്മെന്റ് എടുത്താൽ മിറാണ്ട പറഞ്ഞില്ലേ? ഫൈറ്റ് അവനവനോടാണ്. അതിലും ബെറ്ററായി ഒരു ട്രീറ്റ്മെന്റും ഇല്ല. എനിക്കും കുറച്ച് കാശ് കടം തരണം, വണ്ടിക്കൂലിക്ക്. എങ്ങോട്ട് പോവാൻ? എങ്ങോട്ടെങ്കിലും. അച്ചച്ചനും ഓർഡറിട്ട് കഴിഞ്ഞു. അച്ചച്ചനോട് പണം ചോദിക്കാൻ വയ്യ. ഇത് രണ്ടും ഇവിടെ പണയം വെക്കാം. 8:30 ബസ്സിന് പോയാൽ സ്റ്റേഷനിൽ ഇറങ്ങാമെന്ന് ജോലിക്കാരി പറഞ്ഞു. ഞാൻ റെഡി ആവട്ടെ? ആ, മെയിലിന്റെ ടൈം ഒന്ന് അറിയണം അപ്പേട്ട. അമ്മമ്മയുടെ ചിത്രം. ചേച്ചി പോവാണോ? ആ, പോയാലും ഞാൻ അന്വേഷിക്കും. മന്ത്രം ജപിക്കാൻ തുടങ്ങിയപ്പോ സൂക്കട് പോയി ആൾ ഉഷാറായില്ലേ? പോയാ പിന്നെ ചേച്ചി എപ്പോഴാ വരിക? അത് റെഡിയാണ്. യാത്ര എന്ന് വേണ്ട, പിന്നെ സൗകര്യം പോലെ മതി. പോകുന്നവര് പോട്ടെ, നിനക്കെന്താ? അനിലിനെ ഞാൻ കുറ്റം പറയില്ല. അവന്റെ പ്രായം അതാ. അവനൊരു പാവാ. പാവാണ്, പിന്നെ കാമദേവനാണ്. കാണുമ്പോഴേക്ക് പെൺകുട്ടികൾ ഭ്രമിച്ച് വശാവും. നടന്ന എന്താണെന്ന് തൃപ്പത്തിനോട് ചോദിക്കായിരുന്നില്ലേ ചെറിയമ്മയ്ക്ക്? മുത്തച്ഛന്റെ മുമ്പേ അവനെ നിർത്തി കിളികൾ പോലെ പറയിപ്പിക്കുന്നതാണോ? നീ എവിടെയും പോകുന്നില്ല, ഞാനാ പറയുന്നത്. നീ ആരാടാ കൽപ്പിക്കാൻ? ഞാനോ? ഞാൻ ദൈവം. അധ്വാനിച്ച് 3 നേരവും നിങ്ങൾക്ക് മൂക്കറ്റം തിന്നാൻ വേണ്ടത് ഉണ്ടാക്കി തരുന്ന അന്നദാതാവ്. സംശയമുണ്ടോ? മിണ്ടണ്ട. അപ്പുനെ മയക്കി കണ്ടില്ലേ? ഞാൻ മയങ്ങിന്ന് പറഞ്ഞോളൂ, അതാ ശരി. അപ്പേട്ടാ മതി, മുത്തശ്ശൻ വിളിക്കണു. ചെല്ലേ. നനയാതെ ഈറം ചുമക്കണ്ട എന്നത് ഞങ്ങൾക്കൊരു പഴഞ്ചൊല്ലാണ്. പൊയ്ക്കോളൂ. സുഹൃതക്ഷയം സുഹൃതക്ഷയം എന്നല്ലാതെ എന്താ പറയണ്ടു. എന്റെ കാലം കഴിയണ വരെ നിങ്ങളെല്ലാം ഇവിടെ ഉണ്ടാവണം എന്നാണ് ആഗ്രഹം. നന്നാവാനും കേടുവരാനും വേറെ സ്ഥലം അന്വേഷിക്കണോ അനി? നേരത്തെ ഇവിടെ ആരോ സ്വത്തിന്റെ കണക്കും വിഹിതവും പറയുന്നത് കേട്ടു. ഇവിടെ ഈ പറയുന്നവർക്ക് ആർക്കും സ്വത്തില്ല. നിന്റെ നായര് വിറ്റ് നശിപ്പിച്ചതടക്കം എല്ലാം ഞാൻ ഉണ്ടാക്കിയ മുതലാ, അല്ലാതെ തറവാട്ട് സ്വത്തല്ല. എന്നെ തെക്കേ കണ്ടത്തിലേക്ക് എടുത്തു കഴിഞ്ഞാ പിന്നെ തർക്കിക്കാം. അതിന് തിരക്കായിട്ടുണ്ടാവും. ബോംബേക്ക് പോകാൻ നിനക്കും തിരക്കുണ്ടോ കുട്ടി? അവിടെ എന്നെ പോലെ വേറൊരു മുത്തശ്ശൻ കാത്തിരിക്കുന്നുണ്ടോ? എന്നാൽ എന്റെ കാലം കഴിയണ വരെ ഇവിടെ കഴിഞ്ഞോളൂ. വേണ്ടാന്ന് പറയാൻ ആർക്കാ ഇവിടെ ധൈര്യം? വണ്ണാത്തിപ്പുള്ളിൻ കൂട്ടിൽ ഇന്നല്ലോ കുടവ കൊട. വണ്ണാത്തിപ്പുള്ളിൻ കൂട്ടിൽ ഇന്നല്ലോ കുടവ കൊട. കണ്ണാന്തളിൻ രാജേന്ദ്രൻ ഹിന്ദു ആയതുകൊണ്ട് മതത്തിന്റെ പ്രശ്നം വരില്ല. ജാതി മാറിയാലും സ്വത്ത് പോകുമെന്ന് നോക്കാൻ പറയണ അച്ഛനോട് ഹിന്ദു കൂടെ നിയമത്തിൽ. മേരിക്ക് അതും ഒരു തമാശയാണല്ലേ? തമാശയല്ല, സീരിയസ് ആണെങ്കിൽ നേരിട്ട് ഫാദറോടും മദറോടും പറഞ്ഞൂടെ? അവിടെ സിംഗപ്പൂരുകാരുടെ പെണ്ണ് കാണലിന്റെ ഡിസ്കഷൻ നടക്കുമ്പോഴും വാസന്തി കേട്ട് നിൽക്കുന്നുണ്ട്. എനിക്കിതാണ് മനസ്സിലാക്കാൻ പറ്റാത്തത്. ഇംഗ്ലീഷിൽ ഫെയ്റ്റ്ലെസ് എന്ന് പറയും. എന്റെ വിധി ഇതാണ് എന്ന നിങ്ങളുടെയൊക്കെ ഒരു സ്റ്റുപ്പിഡ് ആറ്റിറ്റ്യൂഡ് മേരിക്ക് മനസ്സിലാവില്ല. ഓ, മനസ്സിലാവും. ഞാൻ മംഗലത്ത് വീട്ടിലെ ആയിപ്പോയി എന്നല്ലേ പറഞ്ഞുകൊണ്ട് വരുന്നത്. ചേച്ചി